അയോധ്യയിലെ രാമക്ഷേത്രവുമായി നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. കാരണം അയോധ്യയിൽ രാമക്ഷേത്രം കൊണ്ടുവരുവാനായി യാതൊരു താല്പര്യവുമില്ലായിരുന്ന, മാത്രമല്ല അതിന് നിരന്തരം എതിർ പ്രവർത്തിച്ചിരുന്നവർക്കാണ് ഇപ്പോഴുള്ള അവിടുത്തെ സംഭവവികാസങ്ങളിൽ ഏറ്റവും അധികം താല്പര്യമെന്ന് കാണും. ഉദാഹരണത്തിന് കേരളത്തിലെ മാധ്യമങ്ങളെ തന്നെ എടുത്താൽ മതി. അത് അയോധ്യയിലെ സ്വർണ്ണക്കൊള്ളയായിട്ടാണ് പരിഗണിക്കുന്നത്. വാസ്തവത്തിൽ അയോധ്യയിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ കിട്ടുന്ന കാണിക്ക എണ്ണുന്ന സ്ഥലത്ത് അത് അവിടെ നിന്നും ആ എണ്ണുന്നവർ കുറച്ച് പേർ അത് കുറേ മോഷ്ടിച്ചു എന്നുള്ളതാണ്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും, ദേവസ്വം ക്ഷേത്രങ്ങളിലും മിക്കവാറും നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. ശബരിമലയിൽ മാത്രമല്ല, ശബരിമലയിൽ നടന്നത്, അവിടുത്തെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അത് കാണിക്കയിടുന്ന സ്വർണം മോഷ്ടിച്ചതിന് അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ സ്വർണം പൂശിയത് തന്നെ, സ്വർണം പ്ലേറ്റ് ചെയ്ത് തന്നെ അടിച്ചു കൊണ്ടുപോയതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അയോധ്യയിൽ അങ്ങനെ കൊടുത്തുള്ള ഒരു സംഭാവനകൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭാവന കൊള്ളയല്ല. അയോധ്യയിലേക്ക് ക്ഷേത്രത്തിന് ഞാനടക്കം നിങ്ങളിൽ വളരെയധികം പേരടക്കം സംഭാവനകൾ കൊടുത്തിട്ടുണ്ടാവും. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ അത് രാജ്യം മുഴുവനും അന്താരാഷ്ട്ര തലത്തിലും അങ്ങനെ പണം സ്വരൂപിച്ചാണ് ആ വിസ്തൃതമായ ഏരിയയ്ക്ക് മുഴുവനും ആവശ്യമായ വിധത്തിലുള്ള പണം സംഭരിച്ചതും അങ്ങനെ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയതും തീർത്തതുമെല്ലാം. അന്നെല്ലാം അതിന് നിരന്തരം എതിർത്തിരുന്ന, അത് ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിച്ചിരുന്ന ഗ്രൂപ്പുകളാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ള എന്ന് ആക്ഷേപിച്ച് വിളിക്കുന്നതും അത് അവിടെ എന്തോ ഭീകരമായ കാര്യം നടന്നു എന്ന് പറയുന്നതും. ഈ കാണിക്ക എണ്ണുന്ന സ്ഥലത്ത് രണ്ട് തരത്തിലുള്ള ക്യാമറകളുണ്ടായിരുന്നു. ഒന്ന് CCTV ക്യാമറ മറ്റുള്ളവർക്ക് കാണുന്ന വിധത്തിൽ, രണ്ട് CCTV ക്യാമറ അവിടെ വരുന്നവർക്ക് അറിയാത്ത വിധത്തിൽ. അത് സൂപ്പർവൈസ് ചെയ്യുന്നതിലുണ്ടായിരുന്ന പ്രശ്നമാണ് അവിടെ സംഭവിച്ചത്. കാരണം അവിടെ ഉണ്ടായിരുന്ന കാണാൻ പറ്റുന്ന CCTV ക്യാമറകളെ മറഞ്ഞു നിന്നുകൊണ്ട് അവിടെ കാണിക്ക എണ്ണിയിരുന്നവരിൽ ചിലർ അവിടെ വന്നിരുന്ന പണം അതിൽ മോഷണം നടത്തി അവർ സ്വന്തമാക്കി എന്നുള്ളതാണ് ഇപ്പോഴുള്ള കേസ് എന്ന് പറയുന്നത്. അത് അവിടെ സ്ഥാപിച്ചിരുന്ന രഹസ്യ CCTV ക്യാമറകളിൽ ലഭിക്കുകയും അതിൽ ഏർപ്പെട്ടിരുന്നവരെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ പ്രതി അവിടെ ഉണ്ടായിരുന്ന സംഭാവന കിട്ടിയ സ്വർണം, വെള്ളി മുതലായവ മോഷ്ടിച്ചു എന്ന വിധത്തിൽ പറഞ്ഞ് അത് ഒരു വലിയ പ്രശ്നമാക്കി കൊണ്ടുവരുന്നത് ഈ ക്ഷേത്രം ഉണ്ടാകാതിരിക്കാനായി ശ്രമിച്ചവർ തന്നെയാണ് എന്നുള്ളതാണ് വൈരുദ്ധ്യം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സംഭവവും അവിടെ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. കാരണം ക്ഷേത്രം ഉണ്ടാക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനമാണ് അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതെ. അതായത് ഒരു ക്ഷേത്രത്തിലും ശരിക്കും വിശ്വാസിയായ ഒരാൾക്ക് ഒരു ദേവാലയത്തിലും ഒരു മോഷണം നടത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസികളെ മാത്രം പ്രവേശിപ്പിക്കേണ്ട സ്ഥലത്ത് സ്വന്തം ആൾക്കാരെ കണ്ടെത്തി പ്രവേശിപ്പിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൊള്ളകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പവർ, നമ്മൾക്ക് അധികാരം മാത്രമേ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഉള്ള റെസ്പോൺസിബിലിറ്റി അത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതിന് ഉത്തരവാദികൾ ആയവർ, മുതിർന്നവർ തീർച്ചയായിട്ടും അതിൽ നടപടിക്ക് വിധേയരാകേണ്ടതാണ്. അതിനൊന്നും യാതൊരു തടസ്സവും ഉണ്ടാകരുത്. പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഒരു ഇഷ്യൂ, മതപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന മട്ടിലാണ്. കാരണം അവിടെ എന്ത് നടന്നു എന്നുള്ള കാര്യത്തെ കൃത്യമായിട്ട് പറയാതെ അവിടെ എന്തോ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നു എന്ന, രാമക്ഷേത്രത്തിലെ കൊള്ള എന്ന വിധത്തിലായിട്ട് മാറ്റിക്കൊണ്ടുവരികയാണ്. അവിടെ നടന്നത് കാണിക്ക എണ്ണുന്നവർ ആ കാണിക്കയിൽ നിന്നും ഏകദേശം 3 തൊട്ട് 7 കോടി രൂപ വരെ മോഷ്ടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇതുവരെ മോഷ്ടിച്ചവരെ പിടികൂടണം. അത് തടയാൻ സാധിക്കാതിരുന്നവരെ പിടികൂടണം. അതുപോലെ ഇതിന് മുകളിലുണ്ടായിരുന്നവരുടെ ഉത്തരവാദിത്തം, അവർക്ക് അവരുടെ അതോറിറ്റി മാത്രമാണ് അവർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അവരുടെ ഉത്തരവാദിത്തം ഡെലിഗേറ്റ് ചെയ്യാൻ സാധ്യമല്ല എന്നതുകൊണ്ട് ആ ഉത്തരവാദിത്തവും അവരുടെ പേരിലും നടപടി ഉണ്ടാകണം. ഇതാണ് വേണ്ടത്.
അല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രചരണം ഉണ്ടാകുന്നതിൻ്റെ ലക്ഷ്യം രാമക്ഷേത്രത്തോടുള്ള എന്തെങ്കിലും സ്നേഹം കൊണ്ടല്ല, മറിച്ച് അത് എങ്ങനെയും ഇല്ലാതാക്കുക എന്നുള്ള സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം എങ്ങനെയാണ്? കുറുക്കന് കോഴിയിട്ട് കൊടുക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹമാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ രാമക്ഷേത്രത്തെ പ്രതി വളരെ വാചാലരാകുന്ന മാധ്യമങ്ങളായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളായാലും അവരുടെ ലക്ഷ്യം അത് ഇല്ലാതാക്കലാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും സ്വന്തം ആൾക്കാരെ അങ്ങനെ പോസ്റ്റ് ചെയ്യാതെ വിശ്വാസമുള്ള നല്ല ആൾക്കാരെ പോസ്റ്റ് ചെയ്ത് കാണിക്ക എണ്ണുന്നതിന് സംവിധാനം ഉണ്ടാക്കുകയും അതിന് CCTV സംവിധാനങ്ങളും മറ്റും കൃത്യമായി ഉണ്ടാക്കുകയും ആരും അതിൽ മോഷ്ടിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, ഈ കിട്ടുന്ന ഫണ്ടുകൾ ഹിന്ദുമതത്തിലെ മറ്റു വിഭാഗങ്ങൾക്ക്, വിവിധ വിഭാഗങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി, അവരുടെ നന്മയ്ക്കായി, ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി, സനാതനധർമ്മത്തിൻ്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കേണ്ടതും അത്യാവശ്യമാണ്. അതിന് ഉതകുന്ന ഒരു സംവിധാനം പ്രധാനമന്ത്രി തിരിച്ചെത്തിയാലുടൻ നമുക്ക് അത് നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കാം.